ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾ മുന്നേ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിനി. അപ്പം അതിനിടയിൽ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. ഒന്ന്, കുഞ്ഞാവിൻ്റെ എക്സാം, രണ്ട്, അച്ഛൻ്റെ ബ്രദർ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് കുറേ നീണ്ട് ഇന്ന് എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. 9 മണിക്ക് എല്ലാവരും ബസ്സിലെത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളെത്തിയത് 11:30യും കഴിഞ്ഞിനി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛന് ഒരു വയറുവേദന വന്നു. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് കുറച്ച് നോക്കിയായിന്ന് കാണുമ്പോഴാണ് നമ്മൾ അവിടുന്ന് വിട്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റാക്കുന്ന സമയത്ത് കുറേ പേരുടെ കമൻറ്റ് ഏതായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ചേച്ചീൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, യൂട്യൂബ് ചാനൽ ഏടാന്നുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ആ യൂട്യൂബ് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂർണ്ണമായിട്ട് കളയേണ്ടി വന്നു. പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അത്യാവശ്യം നല്ല റീച്ചായിട്ടില്ല ഒരു അക്കൗണ്ടാണ് ഉണ്ടായത്. മോണിറ്റൈസേഷൻ ഓണായി, അത്യാവശ്യം നല്ല വ്യൂസും കാര്യവും എല്ലാം ഉണ്ടായൊരു അക്കൗണ്ടാണ്. പക്ഷെ എനിക്കത് കളയേണ്ടി വന്നു. അപ്പം ഇനി മുതൽ ഈ യൂട്യൂബ് ചാനലായിരിക്കും എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നത്. അപ്പോൾ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് പുലർച്ചെ ആകുമ്പോഴാണ് നമ്മൾ ഊട്ടിയിലെത്തിയത്. ഊട്ടിയിലെത്തുമ്പോൾ തന്നെ ഞാൻ ഉറക്കം ഞെട്ടി. കാരണം ആ ഒരു സമയത്ത് നല്ല തണുപ്പുണ്ടായിനി. തണുപ്പെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ട്രിപ്പിന് വരുന്ന കുറച്ച് മുന്നേ അത്യാവശ്യം നല്ല പനിയുണ്ടായിനി. അപ്പം ഞാൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് എങ്ങനെയല്ലോ ഒന്ന് മാറ്റിയെടുത്ത് ചുക്കാപ്പിയെല്ലാം കുടിച്ച് തൊണ്ടയിലെല്ലാം മാറ്റിയെടുത്താണ് ഞാൻ ഈ ഒരു ട്രിപ്പിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തുമ്പോഴേക്കും ഒന്ന് ഊട്ടിയിൽ തണുപ്പായി, രണ്ട് എൻ്റെ പനീൻ്റെ തണുപ്പായി, എല്ലാം കൂടി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ഊട്ടിയിലെത്തിയിട്ടാകുമ്പോൾ ആ ഓരോ വ്യൂ എന്നും പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഒരു തേയിലത്തോട്ടത്തിനടുത്ത് എത്തിയപ്പം നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി അവിടെ കുറേ നേരം നിന്ന് ആ കാഴ്ച ആസ്വദിച്ചു. ഊട്ടിയിൽ ആ ഒരു തണുപ്പും ആ ഒരു ഇളം വെയിലും നല്ല അടിപൊളി വൈബായിരുന്നു. വില്ലമ്മേനോട് ഇതെല്ലാം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നു പറയുമ്പം യൂട്യൂബ് ചാനലില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലി ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മക്കൾ, അവരെ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു കുറച്ച് പേര് ഇതിനെയും വരാനുണ്ടത്രേ. അതിൽ ഇല്ലവർ മാത്രം വെച്ചിട്ട് പോയൊരു ട്രിപ്പാണിത്. മൊത്തം 24-25 ആൾക്കാർ. അപ്പോൾ നമ്മൾ അതിനിടയിൽ എല്ലാവർക്കും ടോയ്ലറ്റ് പോകണം, ഫ്രഷ് ആവണം എന്ന് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് വന്നു. ഇതെൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, ആൾക്ക് നല്ല തണുപ്പായിട്ട് മുഖത്ത് ഷോളെല്ലാം ഇട്ട് നടക്കിയെന്ന്. അങ്ങനെ നല്ല തണുപ്പ് കാരണം എൻ്റെ ചുണ്ടെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര ചൂടും സഹിക്കും, പക്ഷെ എനിക്ക് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റൂല. അപ്പോൾ ഇതാണ് എന്നെപ്പോലെ തന്നെ ഇല്ല എൻ്റെ അനിയത്തി. കുറേ പേര് നമ്മളോട് ചോദിക്കും, നിങ്ങൾ ട്വിൻസാണോ, കാണാൻ ഒരുപോലെ ഉണ്ടെന്നെല്ലാം. പക്ഷെ എനിക്ക് ഇതുവരെ നമ്മൾ ഒരുപോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മോള് കറക്റ്റ് അച്ഛനെ പോലെയും ഞാൻ കറക്റ്റ് എൻ്റെ ആൻറ്റീനെ പോലെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് വിട്ടു. അപ്പം ഈ ഉറങ്ങുന്ന 2 ആൾക്കാരാണ് ടൂറ് മുടക്കികൾ. അതായത് കുഞ്ഞാവയ്ക്ക് എക്സാമും അച്ഛൻ്റെ അനിയന് ആൾ പുറത്തുമാണ്. അപ്പം ഇവരെ കൊണ്ടാണ് ഇത്ര നാൾ ടൂർ ഇപ്പം ഇത്ര നീണ്ട് ഈടം വരെ എത്തിയത്. അപ്പം നമ്മൾ റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അവർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴേ റൂമിലേക്ക് എത്തണ്ട, 12 മണിയാകുമ്പോൾ എത്തിയാൽ മതി. നമ്മളൊരു 9:30 അവിടെ എത്താനായിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പല്ല് തേക്കാനെല്ലാം ഉണ്ടായിനി. അങ്ങനെ പല്ലെല്ലാം തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാകുമ്പം ചായ കുടിച്ചു. ഞാൻ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായത്. ചപ്പാത്തി പൊറോട്ടയെല്ലാം ഉണ്ടായിന്. എനിക്കതൊന്നും രാവിലെ കഴിച്ചാൽ അത്ര ഒരു ശരിയാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റീനെ അറിയാമായിരിക്കും. കിച്ചുവേട്ടൻ്റെ അക്കൗണ്ടിൽ ജുഗ്രുവിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടില്ല, അവർക്കറിയാം. ജുഗ്രുവിൻ്റെ അമ്മയാണിത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല, വീട്ടിലത്തെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഇതാണ് എൻ്റെ പാപ്പൻ്റെ മോൻ.
ആൾ ഭയങ്കര വൈബാണ്. വൈബ് മാത്രമല്ല ആളായും അത്യാവശ്യം കുരുത്തക്കേടും ഉണ്ട്. ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് ചെള്ളിയിട്ട് പോവും. ഇവൻ നല്ല എക്സ്ട്രോവേർട്ടും ഇവൾ നല്ല ഇൻട്രോവേർട്ടും. ഇവൾ മിണ്ടാൻ കുറച്ചൊരു പണിയുണ്ടായിനി. അങ്ങനെ കാണുന്നില്ല, ഇവളോട് അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കൽ. അപ്പം വലിയൊരു പരിചയമില്ലാത്തതുകൊണ്ട് അടുക്കാൻ കുറച്ച് പണിയാണ് ഉണ്ടായത്. പക്ഷേ എന്നെ പരിചയപ്പെട്ട് ലാസ്റ്റ് ദിവസം ഭയങ്കരമായിട്ട് എൻ്റെ മടിയിൽ തന്നെ ഇരുന്ന് കുറേ വർത്താനെല്ലാം പറഞ്ഞ് പാട്ടെല്ലാം പാടി തന്നിട്ടാണ് ആൾ പോയത്. വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു പനി ഉണ്ടായിനി. ആ പനി ഊട്ടിയിലെത്തിയപ്പം കുറച്ചുകൂടി ഒന്ന് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുളിക കഴിച്ചിട്ട് ഒരൊറ്റ കിടത്തങ്ങ് കിടക്കാം, വയ്യത്തേക്ക് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗുളികയും കഴിച്ചു. അതുപോലെ തന്നെ തൊണ്ടവേദനക്കൊരു മരുന്നും കുടിച്ചു. ഒന്നാമത് എനിക്ക് ഗുളികക്ക് നല്ല ക്ഷീണമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എണീച്ചാൽ ഓക്കെ ആവുമായിരിക്കും. ഗുളിക കഴിച്ചാൽ എനിക്ക് തലയെല്ലാം കറങ്ങും ചില സമയത്ത്. ഇന്നങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കഴിച്ച സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിനി. ഫാമിലി ഉണ്ടായതുകൊണ്ട് യാത്രാക്ഷീണം ഒട്ടും അറിഞ്ഞില്ല. ചില സമയത്ത് എനിക്ക് ബസ് പണി തരലുണ്ട്, അതായത് വൊമിറ്റ് ചെയ്യാനെല്ലാം തോന്നും ചില സമയത്ത്. ഇപ്പോൾ ഫാമിലി ഉണ്ടായതുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. ഫുള്ള് നല്ല ജോളി ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. പാട്ടെല്ലാം വെച്ച് തുള്ളിയിട്ടാട്ടോ വരുന്ന സമയത്ത് ആരും നല്ല ഉറക്കാന്നുണ്ടായത്. അത്യാവശ്യം കുരുത്തക്കടലുണ്ട്. ഓൻ്റെ ഒരു കുരുത്തക്കട ഇങ്ങ് കണ്ടോ ഇവിടെ. ഓരോ സ്ഥലത്തുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ആടെ കുറച്ച് നേരം നിന്ന് ആ കാഴ്ച കണ്ട് ആസ്വദിച്ചിട്ട് എത്ര നമ്മൾ പോകുന്നത്. എല്ലാ സ്ഥലവും നമുക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്ഥലം. അവിടെ കാണുമ്പോൾ എനിക്കിങ്ങനെ റീൽസ് എടുക്കണം, ആ വീഡിയോ ആക്കണം, ഈ വീഡിയോ ആക്കണം എന്നെല്ലാം തോന്നിയില്ല. പക്ഷേ ആകെ ഞാൻ 3 ദിവസത്തേക്ക് ഇടാനുള്ള കോസ്റ്റ്യൂം മാത്രമേ കൊണ്ടുവന്നിട്ടു, അതും ജീൻസ് ടൈപ്പ്. വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്, അതായത് 3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീട് നല്ല അടിപൊളി വീട്, ഒറ്റ വീട്, 2 നില, മുകളിലും താഴെ നമുക്ക് തന്നെ ഒരു 6 ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായി. നല്ല അടിപൊളി വീട്. ഊട്ടിയിലത്തെ തണുപ്പ് കാരണം അവിടെ എത്തിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പുതച്ച് മൂടി ഒരൊറ്റ കിടത്തങ്ങ് കിടന്നുറങ്ങണം എന്നാണ് വിചാരിച്ചത്. നല്ല തണുപ്പുണ്ടായിനി. അപ്പോൾ നമ്മളെ ബാഗും ഡ്രസ്സെല്ലാം വണ്ടിയിലുണ്ട് അത്രേ. അവർ വയ്യ എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാഗെല്ലാം അവിടെ വെച്ചിട്ടാണ് വന്നത്. ജസ്റ്റ് ഒരു ഇട്ട പോലെ ഒന്ന് കയറാനെല്ലാം ഉണ്ടായിനി. അപ്പം ബാഗ് വയ്യ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നിട്ട് തന്നെ വന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകണം. എന്തെങ്കിലും ആയിട്ടൊരു കുരുത്തൊക്കെ ഒപ്പിച്ചിട്ടേ പോകുമല്ലോ. അങ്ങനെ നൈനുവിൻ്റെ കൂടെ കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോയി. അപ്പം ചൂടുവെള്ളം പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് ഞാൻ കുളിക്കാൻ കയറിയത്. ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേക്കന്നെ എൻ്റെ ടോയ്ലറ്റിൽ ഹീറ്റർ വർക്കാവുന്നുണ്ടായിട്ടാണ്. അങ്ങനെ ഗതികെട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കഷ്ടപ്പെട്ട് കുളിച്ചു. അപ്പം ആ ഒരു സമയം ആകുമ്പോഴേ എൻ്റെ ലിപ്പെല്ലാം നല്ലോണം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പം ഞാൻ കുളിക്കുന്ന നേരം കുഞ്ഞാവയും അമ്മയും പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ച കണ്ട് നിൽക്കുകയെന്ന്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. ഞാനിത് മീഷോന്ന് മേടിച്ചതാണ്. 600 സംതിങ്ങിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിനി.
നല്ലതാണോ ചോദിച്ചാൽ എനിക്ക് അത്ര തുണി അത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു 2-3 പ്രാവശ്യം നമുക്കിടാം. തുണി എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം ടോട്ടൽ ആ ലുക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടായത്. കുറേ ആളെന്നോട് ചോദിച്ചു, ചേച്ചി ഡ്രസ്സ് ഇടുന്നാന്ന് എടുത്ത് എന്നുള്ളത്. ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ആ തുണി അത്ര നല്ലതല്ല. അപ്പം എൻ്റെ ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് നല്ല ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് കവിളിലും മൂക്കിലും മാത്രം ഞാനൊരു ഗ്ലോ ക്രീം ഇട്ടിട്ടുണ്ടായിനി. മുന്നത്തെ യൂട്യൂബിൽ ഞാൻ ഈ ഒരു നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടി ഞാൻ സ്ട്രോബ് ക്രീമിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് മോശമില്ലാത്തൊരു സാധനം. ഞാൻ സ്ട്രോബ് ക്രീം അത്യാവശ്യം നല്ലൊരു സ്ട്രോബ് ക്രീം ഇടുന്ന സമയത്ത് നമുക്ക് ബ്ലഷിൻ്റെ ആവശ്യമില്ല. അതിൽ ഓൾറെഡി ഒരു പിങ്ക് കളർ വരുന്നുണ്ട്. കുറേ ഷെയ്ഡിലുണ്ട്. പിങ്ക് ഷെയ്ഡിലുണ്ട്, അതുപോലെ തന്നെ ഒരു സിൽവർ കളറിലുണ്ട്, ഗോൾഡൻ കളറിലുണ്ട്. ഞാൻ പിങ്ക് ഷെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായത്. പക്ഷെ അതിനേക്കാളും ഇതിനൊക്കെ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം 344 രൂപക്കാണ് ഞാനത് മീഷോന്ന് മേടിച്ചിട്ടുണ്ടായത്. അതെനിക്ക് നല്ലൊരു ഇട്ട് കഴിഞ്ഞിട്ടും കുറേ നേരം അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഗ്ലോ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുഖത്തിങ്ങനെ പുട്ടിയിട്ട പോലൊന്നും നിൽക്കുന്നില്ല. നല്ലൊരു ഗ്ലോ, ഉള്ളിൽ നിന്നൊരു ഗ്ലോ വരുന്നതെന്നെല്ലാം പറയില്ലേ, ആ ഒരു ഗ്ലോ. അപ്പം അതിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇടാം. ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ സ്ട്രോബ് ക്രീം ഞാൻ ഇതും എടുത്തിട്ടുണ്ടായിന്, കാരണം ഞാൻ ബ്ലഷ് എടുത്തിട്ടുണ്ടായിട്ട. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിലാണ്, ഒരു ചെറുതായിട്ട് പിങ്ക് കളർ വരുന്നുണ്ട്. അപ്പം ഞാൻ സ്ട്രോബ് ക്രീമിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു ക്രീം ഇടുന്നത്. അപ്പം ലിങ്ക് വേണ്ടവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പം എൻ്റെ ഫുൾ ലുക്ക് ഇതാണ്. അപ്പം നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് നടന്നിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ചു. തേയിലത്തോട്ടലുണ്ട് അടുത്ത്. അപ്പോൾ തേയിലത്തോട്ടത്തിലേക്കെല്ലാം പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഭയങ്കര തണുപ്പുണ്ടായി. എൻ്റെ കൈയെല്ലാം സ്കിന്നെല്ലാം ഡ്രൈ ആയിപ്പോയി. അപ്പം അച്ഛനെല്ലാം ബാക്കിൽ നിന്ന് കീവ് ചെയ്യുന്നു നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചൊറിയാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അടുത്ത് വന്നിട്ട് കിടന്നിട്ടുണ്ട്. കുളിച്ച് ആൾ ഷൂ എല്ലാം ഇട്ടിട്ട് വന്ന്. ഇന്ന് എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടു. പിന്നെയാണ് പറയാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം പോയി നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇട്ട ഡ്രസ്സ് പോയിട്ടുള്ള ആദ്യം മാറ്റിയിട്ട് വന്നു. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ മക്കള് കുറേ ആളുണ്ട്. അപ്പം അച്ഛൻ്റെ ഇളയ പെങ്ങൾ, അതായത് രുക്കമ്മ, എല്ലാവർക്കും കൂടി 100 രൂപ വീതം വെച്ച് തന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. നല്ല അയഞ്ഞ തുണിയായതുകൊണ്ട് നല്ല കംഫേർട്ടായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. മേത്തിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല. എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ടും 2-3 പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ തണുപ്പ് എങ്ങനെയല്ലോ സഹിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇല്ലെങ്കിൽ അതിനുള്ളിൽ പുതച്ചു മൂടി കിടക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ആടുന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. ആ സമയം കൊണ്ട് വെല്ലച്ചനും വെല്ലുമേലും ആടുന്ന് ഫുഡാക്കിയെന്ന്. നമ്മൾ ഫുഡ് റൂമിൽ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചക്കറി, അരി എല്ലാം മേടിച്ചിട്ടുണ്ടായിന്. അപ്പം നൈനും ആടുന്ന ആരെയും ഫോട്ടോ എടുക്കാൻ വിടുന്നില്ല. അവൻ ആടിരുന്ന് അടിച്ച് നുറുക്ക് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രുക്കുമ്മ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ട് എല്ലാവർക്കും പൈസ തന്നതിന് 100 രൂപ വെച്ച് തന്നെയാണ്. ഇതാണ് രുക്കുമ്മ. അപ്പം എൻ്റെ അമ്മമ്മ ആദ്യമായിട്ടാണ് ചുരിദാർ ഇടുന്നത്. ആ പച്ച ടോപ്പ് കണ്ട, അതാണ് എൻ്റെ അമ്മമ്മ. അപ്പം അമ്മമ്മക്ക് ചുരിദാർ ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഒരു നാണക്കേടാണ്. അപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പുറത്തിരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനാടുന്ന അച്ഛൻ്റെ പെങ്ങളാ റീൽസ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് സ്റ്റെപ്പെല്ലാം ഇട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിയിൽ കളിക്കുന്നുമുണ്ട് ആൾ. അപ്പം അതിനിടയിൽ ആ ബ്ലാക്ക് ടോപ്പ് ഇട്ടിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ആൻറ്റീൻ്റെ മോള്. ഓളെയും എന്നെയും കുഞ്ഞാവനെല്ലാം എല്ലാവരും ഒരുപോലെ എന്നാണ് പറയൽ. അപ്പം ഫസ്റ്റ് ഓളാണ് കിച്ചുവേട്ടൻ്റെ ഒപ്പം ടിക്ടോക്കിൽ വീഡിയോ ആക്കുന്നുണ്ടായത്. അപ്പോൾ ചെറിയ കുഞ്ഞി. പിന്നെ അതിനിടയിൽ കുഞ്ഞാവ് വന്നു, പിന്നെ അതിനിടയിൽ ഞാൻ വന്നു. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൺഫ്യൂഷനായി. ആൾക്കാരെല്ലാം പറയും ഈ കുഞ്ഞിൻ്റെ വളർച്ച ഭയങ്കര പെട്ടെന്നാണല്ലേ, അപ്പം ഇവളാണ് വലുതായിട്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് എല്ലാവരെയും വിചാരം. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ, കച്ചമ്പർ, അച്ചാർ, ക്യാബേജ് വറവെല്ലാം ഉണ്ടായത്. അപ്പം വെല്ലച്ചനും വെല്ലമ്മയും ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ചോറ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ എല്ലാവരും നിരങ്ങി കളിക്കെട്ടി. ഭക്ഷണം വെക്കാനെല്ലാം മടിയുണ്ട്. വെല്ലച്ചനും വെല്ലമ്മയും ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടി.
അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് റൂമിൽ തന്നെ ഇരുന്ന് ഒരു വൈകുന്നേരം ആകുമ്പം അച്ഛന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് റീൽസ് ആക്കാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും പുറത്ത് പോയി. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. അങ്ങനെ അച്ഛന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും നടക്കാനിറങ്ങി. റോഡ് എന്നെല്ലാം പറയുവാണെങ്കിൽ നല്ല നീറ്റ് റോഡ്, ഒരു പ്ലാസ്റ്റിക് പോലും ഒരു സൈഡും കാണാനില്ല, അത്രയും നല്ല നീറ്റ് റോഡ്. അപ്പം നമുക്കിവിടെ അങ്ങനെ സ്ഥലമൊന്നും വലിയ പരിചയമില്ല. അപ്പം നമ്മൾ റൂമിനടുത്തില്ല തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെറുതെ എടുത്തേക്കാന്നോ എത്തുന്ന നല്ല സ്ഥലം കണ്ടാൽ അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ റോഡ് മേലെ നടന്നു. പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അവിടെ നിന്നൊരു ഫാമിലി ഫോട്ടോയിലെടുത്ത് നല്ലൊരു സ്ഥലം കണ്ടാൽ എല്ലാവർക്കും അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഹൈവേ റോഡ് ആയതുകൊണ്ട് അവിടെ അങ്ങനെ നല്ല സ്ഥലം എന്നല്ല, നമുക്കൊരു കയറി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം അവിടെ ഉണ്ടായിട്ടാണ്. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. പിന്നെ അവിടെ എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ അവിടുത്തെ ഓരോ മരവും അതുപോലെ തന്നെ പൂക്കളും എല്ലാം വ്യത്യസ്തം. സത്യം പറഞ്ഞാൽ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് ആരും കാണാണ്ട് പൊട്ടിച്ച് കൊണ്ടുവരണം എന്നുണ്ടായിനി. ഒന്നാമത് പെണ്ണുങ്ങളെ വീക്ക്നെസ് ഈ ചെടിയും പൂക്കളെല്ലാം ആണല്ലോ. അതിനിടയിൽ ഈ ഒരു പൂവ് മണപ്പിച്ചപ്പം ഒരു വൃത്തികെട്ട മണം. അപ്പം ഞാനോ മണത്തു. അപ്പം ഞാൻ വിചാരിച്ചേക്കും ഞാനും കൂടി മണപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഓക്കും മണപ്പിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ നമ്മളെ റൂമിൻ്റെ ഇപ്പറുണ്ട് അതുപോലെ വേറെ എന്തോ ഇങ്ങനെ കെട്ടിയിട്ട് കാണുന്നത്. അപ്പം വെല്ലച്ചനും വെല്ലുമ്മക്ക് ഒരൊറ്റ വാശി അങ്ങോട്ടേക്ക് പോകണമെന്നില്ല, അതെന്താണെന്ന് അവിടെ ഇല്ലെന്ന് അറിയാനൊരു ആകാംക്ഷ. അപ്പം നമ്മെല്ലാം പറഞ്ഞ് വേണ്ട, കെട്ടിയിട്ടത് ചിലപ്പം അങ്ങോട്ടേക്ക് ആൾക്കാർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കൂലെന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടിട്ടാ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ രണ്ടാൾ ഇതാ തിരിച്ചു വരുന്നത്, ആരും വിടാത്ത സങ്കടത്തിൽ. അപ്പോൾ ഇതാന്ന് ഞാൻ പറഞ്ഞ വെല്ലച്ചനും വെല്ലുമ്മയും ഇവരുണ്ടായിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടി, അല്ലെങ്കിൽ എല്ലാവരും തെണ്ടിപ്പോയേനെ. അങ്ങനെ ഞാനും കുഞ്ഞും അമ്മയും നേരെ റൂമിലേക്ക് പോയി. നമ്മൾ ടീമിലുണ്ടായ കുറച്ച് പേര് തേയിലത്തോട്ടം കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തേയിലത്തോട്ടവും തപ്പി നടന്നു. പിന്നെയാണെന്ന് അറിയുന്നത് നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊന്ന് നടന്നാൽ വേഗം തേയിലത്തോട്ടം എത്തിയെന്നില്ല. നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിട്ടാ. പിന്നെ പാപ്പനും ആൻറ്റിയും പോയ സമയത്താണ് അത് കണ്ടത്. 6 മണി 6:30 ആ ഒരു സമയത്ത് അധികം അച്ഛനൊരു സീരിയൽ കാണലുണ്ട്, ശിവൻ്റെ. അപ്പം അച്ഛൻ ആ സീരിയൽ കാണാത്തതുകൊണ്ടൊരു സമാധാനമില്ല. അപ്പം നമ്മൾ ഫുള്ള് ടി വി ആടുന്ന ആ സീരിയൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടി വി ഫുൾ ഓണാക്കിയിട്ടും അതിൽ സൂര്യ ടി വി മാത്രമില്ല. അങ്ങനെ നമ്മൾ നേരെ താഴെ ഇറങ്ങി. അപ്പം നമ്മൾ താഴെ ഇറങ്ങിയാടും ടി വിനെ കൊണ്ട് നമ്മൾ കുറേ നേരം കളിക്കുന്നത്. 6 റൂമിലും കയറി നമ്മൾ നോക്കിയിട്ടും ടി വി ശരിയായിട്ടാണ്. ആ ദേഷ്യത്തിൽ കുഞ്ഞാ റൂമിൽ കയറി അച്ഛനോട് ടി വിനെ എന്തോ കുറ്റം പറഞ്ഞു. അപ്പോൾ കുറ്റം പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓണർ അവിടെ വന്നിട്ട് ടി വി ശരിയാക്കുന്നുണ്ടായി. കുഞ്ഞാക്കാകെ ചമ്മലായി. ലാസ്റ്റ് ഓൻ മഴവിൽ മനോരമയിൽ അച്ഛൻ്റെ ഒരു മലയാളം ചാനലും വെച്ച് കൊടുത്തിട്ട് ഏതോ ഒരു സിനിമയും വെച്ച് ഓൻ പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരപ്പുറം സിനിമയെല്ലാം കണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിനി. അപ്പം ഞാൻ പോയി കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴാണ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം ചാർജറും പവർ ബാങ്കെല്ലാം ഞാൻ ആൻറ്റീൻ്റെ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ആൻറ്റിയെല്ലാം തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ തേയിലത്തോട്ടം ഇടാമെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെയും കൂട്ടിയിട്ട് ഞാൻ തേയിലത്തോട്ടത്തിലേക്ക് പോയി. അപ്പം ടെറസിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ചെറിയൊരു കയറ്റം പോലെയാണ്. അപ്പോൾ കയറിയ സമയത്ത് നല്ലോണം കതച്ചോന്നു. അതെനിക്കിപ്പോൾ തടി വെച്ചുകൊണ്ട് തടി ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയല്ലോ ഉരുണ്ട് ഇടുവിൽ ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ച് നേരം കതപ്പെല്ലാം മാറ്റി മുകളിലേക്ക് കയറുമ്പോഴേക്കുണ്ട് അവരെല്ലാവരും കൂടി റീൽസ് ആക്കുന്നത്. പിങ്ക് കുറേ കളറുണ്ട്. അങ്ങനെ നേരെ റൂമിൽ കയറിയിട്ട് ഞാൻ ഒന്നുകൂടി കിടന്നുറങ്ങി. എനിക്ക് അതിനിടയിലൊരു തലവേദന വന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഇളം വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനേൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ തലവേദന കൂടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ വേഗം കിടന്നുറങ്ങി. എണീച്ചിട്ടാകുമ്പോൾ കുറച്ച് ശരിയായി.
അങ്ങനെ ഉറങ്ങി എണീച്ച് ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ടാകുമ്പോഴേക്ക് ആ ഒരു രാത്രിയത്തെ ഒരു വൈബ് വേറെ തന്നെ ഫുള്ളൊരു എല്ലാ വീടുകളിലും ലൈറ്റ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മലയുടെ മുകളിലാണ് നമ്മളെ വീടുണ്ടായത്. അപ്പോൾ താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഭംഗിയാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് നേരം ഫാമിലി ആയിട്ട് വർത്താനെല്ലാം പറഞ്ഞ് അതിനിടയിൽ ആൻറ്റി പറഞ്ഞു നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്കിയിട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ട് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി ആടുന്നില്ല വ്യൂ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തിമാർ ആൻറ്റി എല്ലാം പോയി നോക്കുമ്പോഴേക്കും മുകളിൽ നിന്ന് അടിപൊളി. പക്ഷേ മുകളിൽ അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല, തണുപ്പ് കാരണം കിടുകിടുകിടാ വിറക്കുന്ന ആ കാഴ്ച നമുക്ക് മര്യാദയ്ക്ക് തണുപ്പ് കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എല്ലാ കസിൻസും ഒത്തുകൂടുമ്പോൾ ഒരു മെയിൻ പരിപാടിയാണ് ഈ രാത്രി ആകുമ്പോൾ പ്രേതം കഥ പറച്ചിൽ. അപ്പം ഇതിൻ്റെ മെയിൻ ലീഡ് ചെയ്യുന്നത് ആൻറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്താലും ആൻറ്റി നമ്മളെപ്പം കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രേതം കഥ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ആൻറ്റി, രണ്ടാമത് ഞാൻ, പിന്നെ കുഞ്ഞാവ, അങ്ങനെ ഓരോരാളായിട്ട് കഥ തുടങ്ങി. പറയാനും ഇഷ്ടമാണ്, അത് എനിക്ക് പ്രേതം കഥ കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഓരോ കഥ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് എനിക്കെന്നെ പേടിയാവില്ലേ. ആൻറ്റിയുടെ കഥ കേട്ടപ്പോൾ നല്ലോണം പേടിയായി. പിന്നെ ഈ ചോട്ടാപ്പുറക്കെ പിള്ളേരെല്ലാം മറ്റു പറയല്ലേ ചേച്ചി അപ്പുറം സെമിത്തേരിയാന്ന്, നമ്മളെ വീടിന് അപ്പുറം സെമിത്തേരിയാന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചു നല്ലോണം. ആൻറ്റിയെല്ലാം ലാസ്റ്റ് പേടിച്ചിട്ട് പൊതിച്ച മാലയെല്ലാം കഴുത്തിലെടുത്തിട്ട് വന്നു. അങ്ങനെ ഓരോ കഥ പറഞ്ഞിരിക്കുമ്പോൾ അനിയൻ വന്നിട്ട് പറഞ്ഞ് താഴെ എല്ലാവരും ഇരിക്കുന്നുണ്ട് തീയെല്ലാം ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് പോയി. താഴോട്ടേക്ക് പോകുമ്പോഴേക്കാണെങ്കിൽ എല്ലാവരും പേടിച്ച് ഞാൻ ഫസ്റ്റ് മുന്നിൽ പോകും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടി പേടിച്ചിട്ട് പ്രേതം കഥ കേട്ടിട്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് മുന്നിൽ ഓടി, ബാക്കി എല്ലാവരും ബാക്കിലേ വന്നു. എനിക്ക് എല്ലാവരെക്കാളും പേടിയാണ്, എനിക്ക് ഇരുട്ട് എന്ന് പറയുന്ന സംഭവമേ പേടിയാണ്. അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴേക്ക് അച്ഛൻ എല്ലാവരെ കൊണ്ടും ഒന്നാം മല കയറി പോകണ്ടേന്ന് പറഞ്ഞ് റീൽസ് ചെയ്യിപ്പിക്കുകയെന്ന്. തണുപ്പ് സഹിക്കാൻ പറ്റാത്ത കാരണം കുറച്ചിട്ട് ഞാൻ താഴെ പോയി തീ കാഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അച്ഛനും ആൻറ്റിമാരും കൂടി ഒന്നാം മല കയറി പോകണ്ടെന്നുള്ള വീഡിയോ അടിച്ച് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചോറ് റെഡിയായി. നൈറ്റ് നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും അച്ചാറുമെല്ലാം നൈറ്റ് ചോറിനുണ്ടായത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്, വെളിച്ചെണ്ണാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ പുറത്ത് പോയതിനേക്കാൾ രസം നമ്മൾ ഇന്ന് വീട്ടിൽ കൂടിയതാണ്. അതായത് ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ തന്നെ അതൊരു രസമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഡാൻസ് കളിച്ച് നല്ല വൈബാണ് നൈറ്റ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കുറച്ച് നേരം തീക്കാഞ്ഞ് കുറച്ച് നേരം റീൽസെല്ലാം ആക്കി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പുറത്തുനിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് വിളമ്പി ഒരുമിച്ചിരുന്ന് തന്നെ കഴിച്ചു. അപ്പോൾ പുറത്തൊന്നും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, രാത്രി ആവുന്തോറും തണുപ്പ് നല്ലോണം കൂടി വരികയെന്ന്. ഓരോരാൾ ഓരോരോ മൂലക്കിരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ വയറ് നിറഞ്ഞപ്പം എനിക്ക് ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനോ ഒന്നിനും നിന്നിട്ടാ. പോയിന് ഒരൊറ്റ കടത്തങ്ങ് കടന്നതിന് പിറ്റേ ദിവസം രാവിലെ എത്രയും ഞാൻ അറിയുന്നത്. അപ്പം നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ആക്കുന്നതായിരിക്കും. 2 ദിവസത്തെ ഇന്നത്തെയും നാളത്തെയും, അതായത് പഴനി പോയിട്ടുള്ള വീഡിയോ ഞാൻ ഒരുമിച്ചിടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്